തൊട്ടടുത്ത ദേവീക്ഷേത്രത്തിൽ ചെന്നിട്ട് അതിന്റെ പുറത്തുണ്ടായിരുന്ന ഹിന്ദുക്കൾ ആരാധിക്കുന്ന വിഗ്രഹത്തിന്റെ മുകളിൽ, കല്ലിന്റെ മുകളിൽ നിന്നാണ് വാക്കാണ് ഉപയോഗിച്ചത്, ഞാൻ മൂത്രമൊഴിച്ചു. അന്ന് രാത്രി ഞാൻ ഉറങ്ങിയില്ല. ഈ ദേവി വന്നിട്ട് എന്നെ പിടിച്ച് തിന്നുമോ, എന്നെ കൊല്ലുമോ, തല്ലുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു. പക്ഷെ അന്ന് രാത്രി ദേവി വന്നില്ല. പിറ്റേന്ന് ഞാൻ ഭയപ്പെട്ടു, അന്നും ആരും വന്നില്ല, ദേവി വന്നില്ല. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, ഹിന്ദുവിന്റെ ഒരു ദേവിയും ദേവനും അങ്ങോട്ട് എന്ത് ചെയ്താലും ഇങ്ങോട്ട് തിരിച്ചടിക്കാൻ കഴിവില്ലാത്ത ആളുകളാണ്, ജീവനില്ലാത്ത കല്ലുകളാണ്. അതുകൊണ്ട് ശ്രീകോവിലുള്ളിൽ കയറി ഞാൻ വിസർജിക്കും എന്ന് പറഞ്ഞു. ഇത് നിന്ദിക്കലാണോ? ഇത് വിമർശിക്കലാണോ? നിന്ദിക്കലാണ്. ഗുരുവായൂരപ്പനെ ആരാധിക്കുവാൻ ഹിന്ദുക്കൾ പോയപ്പോൾ അന്ന് കമ്മ്യൂണിസ്റ്റുകൾ പുറത്തുനിന്ന് വിളിച്ച മുദ്രാവാക്യം, ശ്രീകോവിലിന്റെ അടുത്തല്ല, പുറത്തുനിന്ന് മുദ്രാവാക്യം, അമ്പലം എന്നത് ചുമരല്ലേ, വിഗ്രഹം എന്നത് കല്ലല്ലേ. ഗുരുവായൂർ അമ്പലം പൊളിച്ച് അവിടെ കപ്പ വെച്ചാൽ അത്രയും അന്ധവിശ്വാസങ്ങൾ തീരും. ഇതൊക്കെ എന്തായിരുന്നു? വിമർശനങ്ങളാണ്. അമ്പലമല്ല വേണ്ടത്, പള്ളിയല്ല വേണ്ടത്, പള്ളിക്കൂടം വേണ്ടത്, വിമർശനമാണ്. അത് പറയാൻ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അമ്പലങ്ങളോട് എന്ത് പ്രയോജനം എന്ന് ചോദിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾ അമ്പലം പൊളിച്ച് അവിടെ വിദ്യാലയം പണിയൂ എന്ന് പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ഹിന്ദുക്കൾ ആരാധിക്കുന്ന ഗുരുവായൂരപ്പന്റെ ശ്രീകോവിലിന്റെ ഉള്ളിൽ കയറിയിട്ട് ഞാൻ അവിടെ വിസർജിച്ചു വെക്കും എന്ന് പറഞ്ഞാൽ അതെന്തല്ല? അത് വിമർശനമല്ല, നിന്ദിക്കലാണ്. ഇത് സഹിക്കാൻ കഴിയാതെയാണ് ഒരു പറ്റ ആളുകൾ അദ്ദേഹത്തെ കൊന്നുകളഞ്ഞത്. കൊന്നതിനെ നമ്മൾ ന്യായീകരിക്കുമോ? തെറ്റാണ്. തമിഴ്നാട്ടിലൊരു സാഹിത്യകാരനുണ്ടായിരുന്നു, കേട്ടിട്ടില്ലേ? അയാള് പേരനോട് വിട്ടുപോയി. അയാൾ എഴുത്ത് നിർത്തി എന്ന് പറഞ്ഞപ്പോഴാണ് നാട്ടുകാർ മൊത്തം അയാൾ അറിഞ്ഞത്. എഴുത്തു നിർത്തുവാൻ കാരണം അയാൾ എഴുതിയൊരു നോവൽ 5000 കൊല്ലം മുമ്പ് ഒരു സംഭവം ഉണ്ടായിരുന്നു. അവിടെ അമാവാസി ദിവസം ക്ഷേത്രത്തിലേക്ക് സ്ത്രീകൾക്കിടയിലേക്ക് ഒരു പറ്റം പുരുഷന്മാരെ കിടത്തിവിടും. അങ്ങനെ അവർ സംഗമിച്ച് അതിൽ നിന്ന് ജനിക്കുന്ന കുഞ്ഞിന്റെ അച്ഛൻ ആരെന്ന് അറിയില്ല. അങ്ങനെ ഒരു ദുരാചാരം മുമ്പുണ്ടായിരുന്നു, ഇല്ലെന്നാരും പറയുന്നു. ഒരുപാട് ദുരാചാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ആ സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾ ഇപ്പോഴും അങ്ങനെയാണ് എന്ന് ഈ 2020 പറഞ്ഞു. ആ സമുദായം ഇപ്പോഴും ഉണ്ടല്ലോ. ആ സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾ ഇപ്പോഴും അങ്ങനെയാണെന്ന് പറഞ്ഞതോടുകൂടി തമിഴ്നാട്ടിൽ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായി. ആ പ്രതിഷേധങ്ങൾ ഉണ്ടായപ്പോൾ ഇയാൾ പറഞ്ഞു, ഞാൻ എഴുത്ത് നിർത്തി എന്ന് പറഞ്ഞു. എഴുതുമ്പോഴാണ് നമ്മൾ സാഹിത്യകാരനെ അറിയേണ്ടത്. പക്ഷെ നമ്മളിപ്പോ അയാൾ അറിഞ്ഞെങ്ങനെയാ? എഴുത്ത് നിർത്തിയപ്പോൾ. അപ്പൊ എഴുതിയപ്പോ ഒന്നും വായിക്കാൻ ഉണ്ടായി. വിവാദങ്ങളിലൂടെയാണ് നമ്മുടെ നാട്ടിൽ കവികൾ, ഇപ്പം ജി സുധാകരൻ എന്ന് പറയുന്ന നമ്മുടെ മന്ത്രി ഒരു കവിത എഴുതി. ആർക്ക് വേണ്ടിയിട്ടെന്നറിയാം? ലാദന് വേണ്ടിയിട്ട്. ആരാ ലാദൻ? ഒസാമ ബിൻ ലാദൻ. ഞാൻ ആ കവിത വായിച്ചിട്ടുണ്ട്. നല്ല രസ. കവിത എന്ന് പറഞ്ഞാൽ വൃത്തവും ഇല്ല, ഉപമയും ഇല്ല, ഉൾപ്രേക്ഷവും ഇല്ല, സമാസവും ഇല്ല. ഒട്ട കവിതകൾ ഇങ്ങനെ രചിക്കുക ഇപ്പോഴത്തെ എല്ലാവരും അല്ല, കുറച്ച് കവികൾ. ലാദ, ബിൻ ലാദ, ബീരുവി, ഒബാമയൻ, നോർക്ക നീ എന്നൊക്കെ പറഞ്ഞു. ഒബാമ ബീരുവാണ്, നീ ഒരു സംഭവമാണ്. ആര്? 80ാമത്തെ നിലക്ക് കൊണ്ടുപോയിട്ട് വിമാനം ഇടിപ്പിച്ച് 10,000-ഓളം ആളുകളെ കൊന്നുകളഞ്ഞ ആൾക്ക് വേണ്ടിയിട്ടാണ് മന്ത്രി സുധാകരൻ കവിത. അന്ന് വലിയ തീവ്രവാദിയായിരുന്നു. ഇപ്പം രാമായണം വായിക്കുക. ഇവരൊക്കെ വയസ്സാകുമ്പോഴാണ് ഇതൊക്കെ വായിക്കുക. നിങ്ങൾ വയസ്സാകുമ്പോൾ വായിക്കണമെന്നില്ല, നമ്മൾ കുട്ടികൾ വായിക്കണേ ഇത് രാമായണ മഹാഭാരതമൊക്കെ. വയസ്സാകുമ്പോൾ വായിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമുക്കിത് ഉപകരിക്കുക എവിടെയാ? ജീവിതം രൂപപ്പെടുത്തുന്നത് യുവതീ യുവാക്കളും വിദ്യാർത്ഥികളുമാണെങ്കിൽ അവർക്കിടയിലേക്ക് സ്പ്രെഡ് ചെയ്യണം. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വർഷം ഒരു ടാർഗറ്റ് വെച്ചിട്ട് 1,00,000 ആളുകളെ രാമായണം പഠിപ്പിക്കണം. ആ ഗ്രൂപ്പിൽ ആരെങ്കിലും ഉണ്ടോ? രാമായണം പാരായണം ചെയ്യണം. രാമായണം നോക്കി വായിച്ചാൽ മതി. അതിൽ 25,000 വിദ്യാർത്ഥികളാണ്. 2024 കേരളത്തിലെ 11 ജില്ലകളിൽ പാഠശാല രാമായണ സംഗമം നടത്തി. അപ്പൊ ഞാൻ പത്തനംതിട്ട ജില്ലയിൽ പോയപ്പോൾ അവിടെ രാമായണം പാരായണം ചെയ്യുന്നത് ഒരു സ്റ്റേജ് നിറയെ കുട്ടികൾ. ഒരു വെറൈറ്റി അനുഭവമായിരുന്നു. എല്ലായിടത്തും ചെന്നാലും എഴുന്നേക്കാൻ വയ്യാത്ത മുത്തശ്ശനും മുത്തശ്ശിയാണ് എന്ത് ചെയ്യുക? രാമായണം വായിക്കേണ്ട പ്രായത്തിലെന്ന് ചോദിച്ചാൽ ഹിന്ദുക്കൾ പറയും 60 വയസ്സ്. അങ്ങനെയാണ് അവരെ സെറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ? 60 വയസ്സിൽ വായിക്കേണ്ട സാധനമാണ് രാമായണം. താടി നിരക്കണം അല്ലെങ്കിൽ മുടി നിരക്കണം എന്നൊക്കെയാണ് അവരുടെ സങ്കല്പം. വികലമാണ്. 4 വയസ്സിലാണ് ഇതര മതത്തിലെ നമ്മുടെ സഹോദര മതങ്ങളിലെ കുട്ടികൾ എന്ത് ചെയ്യുന്നത്? മതം പഠിക്കുന്നത്. അപ്പൊ നമ്മൾ 2024 തീരുമാനിച്ചു നമുക്ക് കുട്ടികളെ രാമായണം പഠിപ്പിക്കണം. അങ്ങനെ 78 രാമായണ ടീച്ചേഴ്സിനെ സംഘടിപ്പിച്ചു. 2500 കുട്ടികൾ ആ ഗ്രൂപ്പിൽ വന്ന് ജോയിൻ ചെയ്തു. 2500 കുട്ടികൾ കേരളത്തിൽ പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ 1,800 ആളെ കാണുന്നില്ല ഒറ്റടി. എന്നാലും 1700-ഓളം കുട്ടികൾ എന്ത് ചെയ്തു? രാമായണം പഠിപ്പിച്ചു. ഇവരെല്ലാം ഒന്നിച്ചു കൊണ്ടുവരണം. എപ്പം പ്രദർശനാത്മകത ഉണ്ടാവും. ആശയങ്ങളെ പ്രചണ്ഡമായിട്ട് പ്രചരിപ്പിക്കുകയും വേണം. നാട്ടുകാർ അറിയണം. ചില അച്ഛന്മാർ പറയുന്നു സ്നേഹം മനസ്സിലാണ്, പുറത്ത് കാണിച്ചാൽ ആള് വഷളായി പോകുന്നത്. അതുകൊണ്ട് മരണം വരെ മോൻ അറിഞ്ഞിട്ടുണ്ടാവില്ല അച്ഛൻ്റെ ഉള്ളിൽ സ്നേഹമുണ്ടെന്ന്. മനസ്സിലായില്ലേ? സ്നേഹം ഉള്ളിലും വേണം
പുറത്ത് കാണിക്കുകയും വേണം. അല്ലാതെ സ്നേഹം ഉണ്ടെന്ന് എങ്ങനെ മനസ്സിലാക്കും? അപ്പൊ നമ്മുടെ ഉള്ളിൽ സ്നേഹം വേണം, അത് പുറത്ത് പ്രകടിപ്പിക്കുകയും വേണം. അതുകൊണ്ടാണ് പെൺമക്കളെ 13 വയസ്സ് വരെ ചേർത്ത് പിടിച്ച് ഉമ്മ വെക്കണം എന്ന് പറയുന്നത് അച്ഛനും അമ്മയും. 13 വയസ്സല്ല, കൗമാരപ്രായത്തിലൊക്കെ, ഇല്ലെങ്കിൽ നാട്ടുകാർ ഉമ്മ വെക്കും. മനസ്സിലായല്ലോ? അവർ പരിചരിക്കുന്ന അവരുടെ സ്നേഹം എല്ലാം നമ്മൾ പ്രകടിപ്പിച്ച് അവരിലേക്ക് കെയർ ചെയ്യാനുള്ള, ഇതാ എന്റെ അച്ഛനും അമ്മയും എന്നെ ഇങ്ങനെ കെയർ ചെയ്യുന്നുണ്ട് എന്ന ബോധത്തെ വളർത്തിയെടുക്കുവാൻ കൂടി കഴിയണം. എങ്കിൽ മാത്രമേ മക്കൾ എന്ത് ചെയ്യുള്ളൂ. 13 മുതൽ 19 വരെ വളരെ അപകടം പിടിച്ചൊരു പ്രായം അല്ലേ. ഡബ്ല്യൻ തുടങ്ങുന്ന എവിടെ? 10, 11, 12 അല്ലെ. 13 ഡബ്ല്യൻ തുടങ്ങി. ഇതെപ്പോ അവസാനിക്കുക? 19, 19 അവസാനിക്കും. പിന്നെ 20 ആണ് മെച്യൂരിറ്റി. 21 വിവാഹപ്രായം. ആണിന്റേത് എത്ര? 21. പെണ്ണിന്റേതോ? പെണ്ണിന്റെ 18 ആണ്. തെറ്റാണത്. അതിപ്പോ മാറ്റണമെന്നാ മോദിജി പറയുന്നത്. അപ്പോഴാണ് മലപ്പുറം ജില്ലയിലെ ഒരു വലിയ നേതാവ് പറഞ്ഞത് നിങ്ങളത് 15 ആക്കിത്താന്ന്. മനസ്സിലായില്ലേ? അപ്പൊ ആണിന് ജെൻഡർ ഇക്വാലിറ്റി എന്നൊക്കെ പറഞ്ഞ് ഇവിടെ വലിയ ശബരിമലക്ക് കയറുമ്പോ എന്താ ജെൻഡർ ഇക്വാലിറ്റി, ആണും പെണ്ണും തുല്യാണ് ആണിന്റെ. അപ്പൊ ആണിന്റെ വിവാഹപ്രായം പെണ്ണിനും ആയിക്കൂടെ? അത് പറ്റില്ല, അത് പറ്റില്ല. ഇങ്ങനെ ഇരട്ടത്താപ്പ് ഒത്തിരി നടക്കുന്ന സ്ഥലം കൂടിയാണ് ഇത്. ഉത്ബുദ്ധ മലയാളിയുടെ കേരളം എന്നുകൂടി മനസ്സിലാക്കുക. നമ്മുടെ വിഷയം അല്പം വ്യതിചലിച്ചു പോയില്ല, ക്ഷമിക്കുക. അപ്പൊ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ഗ്രന്ഥങ്ങൾ ആരെയും വെറുക്കാൻ പഠിപ്പിക്കുന്നില്ല. വില്ലനെ പോലും സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നു. വില്ലന്റെ ഗുണങ്ങൾ പറയും. കുംഭകർണന്റെ ഗുണം പറയും, മേഘനാഥന്റെ ഗുണം പറയും, രാവണന്റെ ഗുണം പറയും. മാരീചൻ വില്ലനാ. മാരീചൻ ആദ്യം രാമൻ അറ്റാക്ക് ചെയ്യാൻ പോയ ആളാ. അന്ന് സുബാഹുവിനും താടയ്ക്കൊപ്പം മാരീചൻ 2 പേര് മരിച്ചു. 2 പേരിൽ ഒരുപാട് പേരെ കൊന്നു. അല്ല, നേതാവ് അന്ന് പോയപ്പോ സുബാഹു ആയിരുന്നു. സുബാഹുവിനൊപ്പം രാമന്റെ ബാണമേറ്റ് ഓടിയ വഴിയിൽ പുല്ല് മുളച്ചിട്ടില്ല. ആരോടിയിട്ട്? മാരീചൻ. ആ മാരീചനാണ് ലോകപ്രശസ്തമായ വാക്ക് രാമനെ കുറിച്ച് പിന്നീട് രാവണനോട് പറയുന്നത്. രാമോ വിഗ്രഹവാൻ ധർമ്മ സാധു സത്യ പരാക്രമ. രാമൻ വിഗ്രഹമാണ്, ധർമ്മം. ധർമ്മം എന്ന് വെച്ചാൽ രാമനാണ്. അതുകൊണ്ട് രാമന്റെ ഭാര്യയെ നോക്കണ്ട മോനെ, നിന്നെയും നിന്റെ കുലത്തെയും മുടിച്ചു കളയും. ഒടുവിലാണ് ചന്ദ്രഹാസം വലിച്ചൂരിയിട്ട് തലവെട്ടാൻ ഒരുങ്ങുന്നത്. അപ്പൊ ഓർമ്മിച്ചു, ഈ ദുഷ്ടന്റെ കൈകൊണ്ട് മരിക്കുന്നതിൽ നല്ലതാണ് രാമബാണമേറ്റ് മരിക്കുക. അങ്ങനെ മരിക്കാനായിട്ട് പോവുകയാണ് ആര്? മാരീചൻ മരിക്കാൻ തന്നെ പോയതാ. രാമൻ 14,000 രാക്ഷസന്മാരെ 72 മിനിറ്റ് കൊണ്ട് കൊന്നു കളഞ്ഞ കാര്യങ്ങളൊക്കെ ആർക്കറിയാം? മാരീചന് കൃത്യമായിട്ട് അറിയാം. ഈ താടക ഘോരരൂപിണി ഭയങ്കരിയെല്ലാം ഒരൊറ്റ ബാണം കൊണ്ട് കൊന്നു കളഞ്ഞ ഒരുത്തന്റെ അരികിലേക്ക് ഞാൻ ചെന്നുള്ള അവസ്ഥ എന്താണെന്നും കൃത്യമായിട്ട് പാണ്ഡ്യലോറിയുടെ മുന്നിൽ തവള കണ്ടിട്ടില്ലേ? അങ്ങ് ഈ അവസ്ഥയായിരിക്കും എനിക്ക് ആർക്കറിയാം. അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. പക്ഷെ അതിനിടയിലും യജമാനോട് നന്ദി കാണിച്ചു എന്നുള്ളതാണ്. അത് കാണിക്കണം എപ്പോഴും. രാവണൻ യജമാനാണ്. ആ യജമാനോട് നന്ദി കാണിക്കണം. ആ യജമാന്റെ ആവശ്യമാണ് രാവണനെ അകറ്റുക എന്നുള്ളത്. അപ്പോ ലക്ഷ്മണനെ കൂടി അകറ്റാൻ വേണ്ടിയിട്ടാണ് മിമിക്രിക്കാരനും കൂടിയായിട്ടുള്ള മാരീചൻ എന്ത് ചെയ്തത്? മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു സഹായം ആർക്ക് ചെയ്തു? രാവണന് ചെയ്തു അല്ലേ? ലക്ഷ്മണ ഓടി വരൂ, സീതേ ഓടി വരൂ എന്ന് ഈ രാമന്റെ ശബ്ദത്തിൽ വിളിച്ചു പറഞ്ഞു എന്നുള്ളതാണ്. അപ്പോ അപ്പോഴും അവിടെയല്ല കുറെ പാടുകളുണ്ട് യജമാനോടുള്ള. ആരാണ് യജമാനൻ? യജമാനോട് ഒരുപാട് ദൗത്യമുണ്ട്. അപ്പൊ ഇതെല്ലാം കൃത്യമായിട്ട് നമ്മുടെ ഗ്രന്ഥങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് മഹാഭാരതത്തിലേക്ക് വരുമ്പോ പാണ്ഡുവിന് ശാപം ലഭിച്ചു. പാണ്ഡുവിന് ഭാര്യമാരെ തൊടാൻ കഴിയുന്നില്ല, മക്കൾ ഉണ്ടാവില്ല, സ്വാഭാവികം. വല്ലാത്തൊരു വിഷമാവസ്ഥയിൽ കാട്ടിലേക്ക് പോയി പാണ്ഡവും ഈ പറയുന്ന കുന്തിയും മാദ്രിയും കൂടി പോയി. മക്കളില്ലാത്ത ദുഃഖം പാണ്ഡുവിനെ വല്ലാതെ അലട്ടി. പാണ്ഡു ഹസ്തിനപുരിയിലെ മഹാരാജാവാണ്. ധൃതരാഷ്ട്രയെ രാജാവാക്കിയത് പാണ്ഡുവിന്റെ മരണശേഷം നിർവാഹമില്ലാഞ്ഞിട്ടാ. ലോകത്തിൽ ഒരു രാജ്യത്തും ഇന്നും കണ്ണു കാണാത്ത ഒരാൾ രാജാവാകരുത്. നീതിശാസ്ത്രം പറയുക, വികലാംഗനായ ഒരു വ്യക്തി എന്ത് ചെയ്യരുത്? ഒരു രാജ്യത്തെ നയിക്കരുത്. അതുകൊണ്ട് നിങ്ങൾ 188 200 രാജ്യങ്ങളുണ്ട്. ഏതെങ്കിലും രാജ്യത്തിന് കണ്ണു കാണാത്ത പ്രധാനമന്ത്രി ഉണ്ടാവോ? കണ്ണു കാണാത്ത രാഷ്ട്രപതി മുമ്പുണ്ടായിട്ടുണ്ടാവും? ഇല്ല, ചരിത്രത്തിൽ എവിടെ ഇല്ല. കണ്ണു കാണാത്ത ഒരാൾ രാഷ്ട്രത്തിന്റെ പ്രധാനമന്ത്രി ആയാൽ രാജ്യത്തിന്റെ അവസ്ഥ എന്താവും? നോക്കിക്കാണണ്ടേ രാജ്യത്തെ. അതുകൊണ്ട് തന്നെ ഒരു പരിഹാരവും ഇല്ല എന്നതുകൊണ്ടാണ് പാണ്ഡുവിന്റെ മരണശേഷം ആര് രാജാവായത്? ധൃതരാഷ്ട്ര. ശാസ്ത്രദൃഷ്ട്യാ ധൃതരാഷ്ട്രക്ക് രാജാവാൻ യോഗ്യതയില്ല. പാണ്ഡുവിന്റെ ഈ വിഷമാവസ്ഥ മനസ്സിലാക്കിയപ്പോഴാണ്, ഞാൻ ഇന്നലെ പറഞ്ഞു, കളവ് പറയരുത്,
സത്യം പറയാതിരിക്കാം. കളവ് പറയരുത്, സത്യം പറയാതിരിക്കാം. ഒരു സത്യം ആരോടും പറഞ്ഞില്ല കുന്തി. ഏതായിരുന്നു സത്യം? കർണന്റെ ജന്മം. കല്യാണത്തിന് മുമ്പ് പ്രസവിച്ച വിവരം ആരോടും പറഞ്ഞില്ല. പക്ഷേ കൃത്യമായിട്ട് കുന്തി പറഞ്ഞു, എനിക്കിങ്ങനെ ദുർവാസാവ മഹർഷിയിൽ നിന്നൊരു വരം കിട്ടിയിട്ടുണ്ട്. ആ വരം ഇതാണ്. ഏതാണ് ആ വരം? ഇഷ്ടദൈവങ്ങളിൽ നിന്ന് കുഞ്ഞിനെ സ്വീകരിക്കുവാനുള്ള വരം എനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോ സന്തോഷത്തിൽ ഇങ്ങനെ ആർമാദിച്ചു ആരെ? പാണ്ഡു. ഇതാ വംശം അറ്റുപോയി എന്ന് തോന്നുന്നിടത്താണ് പാണ്ഡുവിന്റെ ഭാര്യയ്ക്ക് കുഞ്ഞിനെ ജനിപ്പിക്കുവാൻ ആവശ്യമായ സൗകര്യം. ദേവചൈതന്യത്തിലുള്ള കുഞ്ഞുങ്ങൾ ജനിക്കാൻ പോകുന്നു. അപ്പോൾ ഇതൊരു പരപുരുഷന്റെ ഗർഭം ഭാര്യയുടെ വയറ്റിൽ വഹിക്കുക, ഇത് നമുക്ക് ആർക്കും ഉൾക്കൊള്ളാൻ കഴിയില്ല. പക്ഷേ നമ്മളൊരു അനാഥ കുഞ്ഞിനെ ദത്തെടുക്കുമ്പോൾ ഇന്നലെ പറഞ്ഞതുപോലെ ഒരു ബീജപരവും അണ്ഡപരമായ ഒരു ബന്ധവും നമുക്ക് ആ കുഞ്ഞിനോടില്ല. ആ കുഞ്ഞിനെ ദത്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞായി തീരും കുറച്ചു കാലം കൊണ്ട്. പിന്നെ വേർതിരിച്ച് നിൽക്കാൻ പറ്റുമോ? ഇല്ല. ഈ വിശാലമായ ചിന്താമണ്ഡലത്തിലേക്ക് ആര് രൂപപ്പെട്ടു? പാണ്ഡുവിന്റെ ചിന്ത. അത് സാമാന്യ മനുഷ്യന്മാരല്ല ഇവരാരും, അസാമാന്യമായ മനുഷ്യന്മാരാണ് ഇവരെല്ലാവരും. അങ്ങനെയാണ് പാണ്ഡുവിന്റെ പരിപൂർണ സമ്മതത്തോടുകൂടി ധർമ്മദേവരിൽ നിന്ന് ധർമ്മപുത്രരെ സ്വീകരിച്ചു. യുധിഷ്ഠിരനെ, വായു ഭഗവാനിൽ നിന്ന് ഭീമനെ സ്വീകരിച്ചു, ദേവേന്ദ്രനിൽ നിന്ന് അർജുനെ സ്വീകരിച്ചു. അപ്പൊ മാതൃക്ക് വലിയ വിഷമായി. 3 കുട്ടികളുണ്ടായിട്ടും എനിക്ക് കുട്ടികളില്ലല്ലോ ഒന്ന്. ഒരു വരം ആർക്ക് കൊടുത്തു? മാതൃ അശ്വിനി ദേവന്മാരെ, ഇരട്ടകളാണ് അവരെ സ്മരിച്ചു. അതിൽ നിന്ന് ഇരട്ട കുട്ടികളെ സ്വീകരിച്ചു, നകുല സഹദേവന്മാരെ. പക്ഷെ ഇവരറിയപ്പെടുന്നത് പഞ്ചപാണ്ഡവന്മാർ എന്നാണ്. ബീജപരമായ ബന്ധം പാണ്ഡുവിന് ഈ മക്കളോടില്ല. എന്നാൽ അനാഥ മന്ദിരത്തിൽ നിന്നും ദത്തെടുത്ത കുഞ്ഞിന് നമ്മുടെ സകല സ്വത്തിലും അവകാശമുള്ളതുപോലെ പാണ്ഡുവിന്റെ പരിപൂർണ സമ്മതത്തോടു കൂടി സ്വീകരിക്കപ്പെട്ട ഈ മക്കൾക്ക്, ജനിക്കപ്പെട്ട ഈ മക്കൾക്ക് പാണ്ഡുവിന്റെ എല്ലാ സ്വത്തിലും എന്തുണ്ട്? അവകാശമുണ്ട്. അത് ഇക്കാലത്തെയും നിയമമാണ്, അത് അക്കാലത്തെയും നിയമമാണ്. ആ നിയമത്തിനെതിരെ പ്രവർത്തിച്ചവരാണ് കൗരവന്മാർ. ആ നിയമത്തിനെതിരെ പ്രവർത്തിച്ചവരാണ് കൗരവന്മാർ, ദുര്യോധനാദികൾ എന്നുകൂടി അറിയണം. അങ്ങനെ ഈ 5 മക്കൾ ഉണ്ടായി കാട്ടിൽ അവർ വളരുന്ന അതേ കാലഘട്ടത്തിൽ ഗാന്ധാരി ഗർഭിണിയായി. ഗാന്ധാരി 10 മാസം കഴിഞ്ഞിട്ട് പ്രസവിക്കുന്നില്ല. അങ്ങനെ അമർത്തി തടവി എന്നും ഒരു വലിയ മാംസപിണ്ഡം പുറത്തേക്ക് വന്നു എന്നും അത് വ്യാസൻ 100 കുടങ്ങളിലാക്കിയെന്നും അല്പം കത്തിയിലൊക്കെയുള്ള ബാക്കി തുടച്ച് വേറൊരു കുടത്തിലാക്കിയെന്നും അങ്ങനെ 101 മക്കൾ ജനിച്ചു എന്നും പറയുമ്പോ എന്ത് ചെയ്തു? നമ്മൾ ടെസ്റ്റ് ട്യൂബ് ശിശു എന്നൊക്കെ കരുതിയാൽ മതി. മനസ്സിലായി? ടെസ്റ്റ് ട്യൂബ് ശിശു അങ്ങനെയാണ്, ഇതിലൊക്കെയാണ് ഉണ്ടാക്കി വെക്കുക. അങ്ങനെ ആധുനിക ശാസ്ത്രത്തിൽ കുഞ്ഞുങ്ങളെല്ലാം നിർമ്മിക്കുന്നത് വലിയൊരു സംഭവമല്ലേ അല്ലേ? നമ്മുടെ IVF ഒക്കെ വന്നില്ലേ അല്ലേ? അതിലൊക്കെ ഇപ്പോ എന്റെ നാട്ടിൽ 16 വർഷമായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളില്ലാത്ത എന്റെ സുഹൃത്താണ് കുട്ടൻ ഞങ്ങൾ വിളിക്കുക. അവര് കുട്ടികളുണ്ടാകുമ്പോൾ 3 കുട്ടികളാണ്. ഇതൊക്കെ എത്ര കുട്ടികളാണ് എന്തെയോ വരിക? ടെക്നോളജിയാണ്, ആധുനിക ശാസ്ത്രമാണ്. അതായത് ബീജത്തിനും അണ്ടത്തിനൊന്നും ഈ പിടിച്ചു നിൽക്കുവാനുള്ള കപ്പാസിറ്റി ഇല്ല എങ്കിൽ അതിന് ബാഹ്യമായ യന്ത്രങ്ങളുടെയും ആധുനിക മെഡിസിന്റെയും എല്ലാം സഹായത്തോടു കൂടി കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുന്നത്. ടെക്നോളജി ഒരുപാട് മാറി. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ പത്രത്തിൽ കണ്ടില്ല, അമൃതയിലെ ഒരു ഓപ്പറേഷൻ നടന്നത്, രോഗി അവിടെ കടന്നു കൊടുത്തു. അമേരിക്കയിൽ നിന്നാണ് എന്ത് ചെയ്തത്? ഓപ്പറേഷൻ ചെയ്തല്ലേ? ഓപ്പറേഷൻ നടത്തിയ അമേരിക്കയിലെ ഡോക്ടർ കമ്പ്യൂട്ടറിലൂടെയാണ്. ഓപ്പറേഷൻ ചെയ്തത് റോബോട്ടാ. മനസ്സിലായില്ലേ? എന്തെങ്കിലും പറയാം, അയ്യോ വേദനയാക്കാൻ റോബോട്ടിനോട് പറഞ്ഞ കാര്യമുണ്ടോ? ഇല്ല, ഒന്ന് പറഞ്ഞാലും മനസ്സിലാവില്ല. പക്ഷെ അത് കൃത്യമായിരുന്നു. കൈവറക്കുന്ന പ്രശ്നം റോബോട്ടിന് വരുമോ? ഇല്ല, കൃത്യമായിട്ട് കയറും അല്ലേ? അപ്പൊ അതൊക്കെ ടെക്നോളജി അങ്ങനെ വർദ്ധിച്ചു. നമ്മൾ മംഗളയാൻ ദൗത്യം നടത്തി ചൊവ്വയിൽ ജീവനുണ്ടോ എന്ന് അറിയാൻ വേണ്ടി. ഇവിടുന്ന് ഒരു പേടകത്തെ അങ്ങോട്ട് വിട്ടിട്ട് ഒരു 200 ദിവസം ഇതിനെ കുറിച്ച് ഒരു വിവരമില്ല. പക്ഷെ 201ാമത്തെ ദിവസം കമ്പ്യൂട്ടറിൽ ഈ പേടകം തെളിഞ്ഞു. അത് കൃത്യമായിട്ട് പോയിട്ട് അവിടെ ഇറങ്ങി, ചൊവ്വയിലിറങ്ങി. ഭാരതാഴ്ച പേടകം മംഗളയാൻ ദൗത്യം അവിടെ ഇറങ്ങിയെന്ന് മാത്രമല്ല, അവിടെ എന്തൊക്കെയുണ്ടെന്ന് ഇതിങ്ങനെ പരിശോധിച്ചിട്ട് കണ്ടില്ലേ, ഇങ്ങനെ എന്തൊരു പ്രസാദനം ഇങ്ങനെ കളിച്ച്. അത്രമാത്രം ടെക്നോളജി വർദ്ധിച്ച ഒരു കാലഘട്ടമാണ്. അപ്പൊ ഇതൊന്നും ഒരു വലിയ സംഭവമായിട്ട് നമ്മൾ കണക്കാക്കേണ്ടതില്ല. ഗാന്ധാരിയുടെ വയറ്റിൽ നിന്ന് വന്നിരിക്കുന്ന വലിയ മാംസപിണ്ഡത്തിൽ നിന്ന് എന്തെങ്കിലും അന്നത്തെ ശാസ്ത്രീയമായ മാർഗങ്ങൾ ഉപയോഗിച്ച് കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാനുള്ള ടെക്നോളജി അന്നുണ്ടാവാം. നമ്മൾ എപ്പോഴും ഇന്നത്തേതിനായി വിലയിരുത്തരുത്. അങ്ങനെയാണെങ്കിൽ
സപ്താത്ഭുതങ്ങൾക്കെല്ലാം 500 കൊല്ലത്തെ പഴക്കമുണ്ട് ഇല്ലേ? 7 അത്ഭുതങ്ങൾക്ക് 500 കൊല്ലത്തെ പഴക്കമില്ലേ? അതിനു മുമ്പ് നിർമ്മിക്കപ്പെട്ടതിൽ അതിലും അത്ഭുതങ്ങളാണ് നമ്മുടെ ഓരോ ക്ഷേത്രങ്ങളും. തഞ്ചാവൂരും ശ്രീരംഗത്തും മധുര മീനാക്ഷിയിലൊക്കെ ചെന്നാൽ അതിലും എത്രയോ വലിയ അത്ഭുതങ്ങളാണ്. ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കി? നമ്മൾ ശ്രീരംഗത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരു വലിയ പീറ്റത്തെങ്ങ് എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ. അങ്ങനെയല്ല, ഏറ്റവും വലിയ തെങ്ങിന് എന്താ പറയാ? പീറ്റത്തെങ്ങ്. ആ പീറ്റത്തെങ്ങിനേക്കാൾ ഹൈറ്റിൽ ഗോപുരത്തിന്റെ മുകളിൽ ഒറ്റക്കല്ല് കൊണ്ട് തീർത്ത വലിയ വലിയ മണ്ഡപങ്ങളൊക്കെ കാണാൻ കഴിയും. ഇതൊക്കെ എങ്ങനെയാ അവിടെ എത്തിയത്? അവിടെ പഴക്കട്ട 1800 കൊല്ലം മുമ്പാണ് ഈ അമ്പലം പണിതത്. 1800 കൊല്ലം മുമ്പ് ഒരു ടെക്നോളജി, എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം ഈ ഭാരതത്തിൽ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ പറയുന്ന മഹാത്ഭുതങ്ങൾ അതിന് തുല്യമായ ഒന്ന് പിന്നീട് ഉണ്ടാക്കാൻ ഇപ്പം കഴിഞ്ഞിട്ടുണ്ടാവും. ഈ മിഷനൊക്കെ ഇത്ര ഉണ്ടായിട്ടും കഴിഞ്ഞോ? മഹാരാഷ്ട്രയിൽ ഒരു ക്ഷേത്രമുണ്ട്, ഒരു വൻമല അങ്ങനെ തന്നെ തുരന്നു കളഞ്ഞു. ഒരു വൻമല മേലേന്ന് താഴേക്ക് തുരന്നിട്ട് അതിനെ മൊത്തം അമ്പലമായി കളഞ്ഞു. എന്ന് വെച്ചാൽ ഏക്കർ കണക്കിന് ഭൂമിയിൽ പരന്നു കിടക്കുന്ന ഒരു മലയെ അമ്പലമാക്കി മാറ്റുന്നു. മല മേലേന്ന് താഴേക്ക് തുരന്നു കളയാ. ഇതിന്റെ പൊടിയൊക്കെ എവിടെ കൊണ്ടുപോയി ഇട്ടെന്ന് ചോദിച്ചാൽ ഇപ്പോഴും അതിന് പിടിയില്ല. അപ്പൊ അതുകൊണ്ട് ഭാരതത്തിന്റെ ടെക്നോളജി നമ്മുടെ എല്ലാം സാമാന്യ ചിന്തകൾക്കും ശാസ്ത്രീയ ചിന്തകൾക്കും അതീതമായ രീതിയിൽ വികസിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ഉണ്ടായ മഹാത്ഭുതങ്ങളെ ഈ കാലഘട്ടത്തിൽ പുച്ഛത്തോടുകൂടി കാണരുത്. 1,25,000 ശ്ലോകങ്ങൾ വ്യാസൻ എഴുതി എന്ന് പറയുമ്പോൾ വ്യാസൻ ഒരുത്തനല്ല 100 ആൾ ചേർന്നിട്ടാണെന്ന് പറയുന്നവരുണ്ട്. അത് അവന്റെ കഴിവുകൾ കൊണ്ടാണ്. ഈ പറയുന്നവന് 1,25,000 ശ്ലോകങ്ങൾ എഴുതാൻ കഴിയില്ല. അതുകൊണ്ട് മറ്റൊരാൾക്കത് ചെയ്യാൻ പറ്റില്ല. ഇംഗ്ലീഷ് ചാനൽ നീന്തിക്കടന്നു എന്ന് കേട്ടില്ല നമ്മൾ? വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഏറ്റവും സാഹസ്യമായ ഒരു പരിപാടിയാണ് ഇംഗ്ലീഷ് ചാനൽ നീന്തിക്കടക്കുക എന്നൊക്കെ പറയുന്നത്. ആ ഇംഗ്ലീഷ് ചാനൽ എല്ലാവർക്കും നീന്തിക്കടക്കാൻ പറ്റുമോ? അപൂർവം. ടെൻസിങ്ങും ഇലാനിയും എന്ത് കീഴ്പ്പെടുത്തി? എവറസ്റ്റ് അതിനും പാടുണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. എന്താ ബാക്കിയുള്ളവർ കീഴ്പ്പെടുത്താതിരുന്നത്? അവരും പരിശ്രമിച്ചിട്ടുണ്ടാവാം, പക്ഷെ വിജയിച്ചതാരാണ്? ടെൻസിങ് മില. അത് നമ്മൾ 4ാം ക്ലാസ് മുതൽ പഠിക്കാൻ തുടങ്ങി. എവറസ്റ്റ് കൊടുകൂടി ആദ്യമായി കീഴടക്കിയതാരെ ഒരു മാർക്ക് ടെൻസിങ് ഹിലാരി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ എവറസ്റ്റ് കൊടുമുടി അവിടെ എത്രയോ കാലങ്ങളായിട്ടുണ്ട്. ചിലപ്പോ ആ 10,000 അല്ലേ കോടിക്കണക്കിന് വർഷങ്ങളായിട്ട് ഈ ഭൂമി ഉണ്ടായിട്ട് കോടിക്കണക്കിന് വർഷങ്ങളായില്ലേ? മനുഷ്യനുണ്ടായിട്ട് 60 ലക്ഷം വർഷങ്ങളായി എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെയെങ്കിൽ ഈ മനുഷ്യനുണ്ടായിട്ട് 60 ലക്ഷം വർഷങ്ങളായെങ്കിൽ 60 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് എന്തുണ്ട്? എവറസ്റ്റ് കൊടുമുടി എവിടെയുണ്ട്? ഇത് കീഴ്പ്പെടുത്തിയത് ഒരു 100 കൊല്ലം മുമ്പാ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന അപൂർവമായ സംഭവങ്ങളെ നമ്മുടെ സാമാന്യ ബുദ്ധിയിൽ ഒരിക്കലും വിലയിരുത്താൻ പാടില്ല. അങ്ങനെ 101 മക്കൾ അവിടെയും 5 മക്കൾ ഇവിടെയും ജനിച്ചു. കാട്ടിൽ മക്കൾ വളർന്നുകൊണ്ടിരിക്കുക. അതിനിടയിൽ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ഞാൻ ഇന്ന് പോകും, അതുകൊണ്ട് നമുക്ക് വേഗം തീർക്കാം. കാട്ടിൽ ഒരു ദിവസം കുന്തി മക്കളെയും കൊണ്ട് കാട്ടിന്റെ ഉള്ളിലേക്ക് ഭക്ഷണവും ഇതൊക്കെ ആവശ്യങ്ങൾക്ക് പോയി. മാദ്രിയും പാണ്ഡുവും മാത്രമായി എവിടെ? കാട്ടിലെ ആശ്രമമുണ്ട്, പർണാശ്രമം. ഈ ഏകാന്തതയ്ക്ക് രാജാക്കന്മാർ ഇടക്കിടെ പോകുന്ന സ്ഥലമാണ് ഇത്. നമ്മൾ ഗുരുവായൂരിലൊക്കെ പോകുന്ന പോലെ ഇവരെന്ത് ചെയ്യും? കാട്ടില്. കാട് എന്ന് പറഞ്ഞ ശാന്തതയാണ്. അന്നും ഇന്നും അല്ലേ നമ്മൾ കാട് കാണാൻ പോവാറില്ലേ? തോട്ടം കാണാൻ പോവാം അല്ലെ? മതങ്ങൾ തോട്ടങ്ങളാണ്. ചിദാനന്ദപുരി സ്വാമികൾ എപ്പോഴും പറയും മതങ്ങള് തോട്ടങ്ങളാണ്, ഹിന്ദുത്വം കാടാണ്, വൈവിധ്യമാണ്. കാട്ടിൽ എന്തൊക്കെ ഉണ്ടാവും? വൻമരങ്ങളും ചെറുമരങ്ങളും പുഴകളും അരുവികളും നദികളും ഉണ്ടാവും ഇല്ലേ? മൃഗങ്ങളും ഇഴജന്തുക്കളും ഷഡ്പദങ്ങളും ഉണ്ടാവും. മനോഹാരിതയാണ് കാട്. പക്ഷെ അതിന് ടോട്ടലി വിളിക്കുന്ന പേരാണ് വനം ഇല്ലേ? വൈവിധ്യങ്ങളുടെ ഏകതയുടെ പേരാണ് വനമെങ്കിൽ തേയിലത്തോട്ടത്തിൽ എന്തേ ഉണ്ടാവുള്ളൂ? കാപ്പിത്തോട്ടത്തിലോ? കാപ്പി മതം. നമ്മളാരും തോട്ടം കാണാൻ പോവോ? ഇല്ല. ഒറ്റവിളത്തോട്ടത്തിന്റെ പേരാണ് മതം. ധർമ്മം എന്ന് പറഞ്ഞാൽ കാടാണ്, വൈവിധ്യമാണ്. ആ വൈവിധ്യത്തിൽ ഏകതയാണ് ഹിന്ദുത്വം. എല്ലാത്തിനെയും അംഗീകരിക്കും, എല്ലാത്തിനെയും സ്വീകരിക്കും. എല്ലാവർക്കും ഈ മണ്ണിൽ സ്ഥാനമുണ്ട്. മതമുള്ളവനും മതമില്ലാത്തവരും ഇവിടെ ജീവിക്കാം. മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും ജൂതനും പാഴ്സിക്കും ഭൂരിപക്ഷം ജനങ്ങൾ കിട്ടാത്ത അവകാശങ്ങളും ആനുകൂല്യങ്ങളും കൊടുക്കുന്ന നാടായി. പള്ളിക്ക് പുറത്ത് പട്ടാളവും പോലീസും കാവൽ നിൽക്കാതെ ഇസ്ലാം നിർഭയം നിസ്കരിക്കുന്ന ഒരു നാടിന്റെ പേര് 80% ഹിന്ദുക്കൾ ഇന്നും ജീവിക്കുന്ന ഭാരതമാണ്. ഹിന്ദുവിന്റെ വീട്ടിൽ കയറി പെന്തക്കോസ്റ്റുകൾക്ക് മതപരിവർത്തനം നടത്തുവാൻ കഴിയുന്നു. ഭൂരിപക്ഷം ജനങ്ങൾ എവിടെയെങ്കിലും മതപരിവർത്തന നിരോധിത നിയമം വേണമെന്ന് ആവശ്യപ്പെടാറുണ്ടോ? ലോകത്തിലെ ഏതെങ്കിലും രാജ്യത്ത് അവിടെ 80% ജനങ്ങൾ പറയാണ് ഞങ്ങളെ മതം മാറ്റല്ലേ, ഞങ്ങളെ മതം മാറ്റല്ലേ എന്ന് പറയുന്ന ഒരു രാജ്യം ഉണ്ടാവാം? ഉണ്ട്, ഇന്ത്യ, ഭാരതം. 6% വരുന്ന ക്രിസ്ത്യാനിയെ പേടിച്ചിട്ട് ഹിന്ദുക്കൾ പറയുകയാണ് നിർബന്ധിത മതപരിവർത്തന നിരോധിത നിയമം വേണം, പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ.
കാരണം ഈ പെന്തക്കോസ്റ്റുകൾ അരികടല ഗോതമ്പ് പഞ്ചസാരയുമായിട്ട് കയറുന്ന എവിടെയാ? ഹിന്ദു ഭവനങ്ങളിൽ മാത്രം. ഹിന്ദു ധർമ്മശാസ്ത്രത്തിൽ വട്ടപൂജ്യങ്ങളായി തീർന്ന അജ്ഞതയുടെ വലിയൊരു പടുകുടിയിൽ ജീവിക്കുന്ന നമ്മുടെ ഹിന്ദു സഹോദരങ്ങളെ മുട്ടുവേദന മാറ്റിത്തരാം, ഊരവേദന മാറ്റിത്തരാം, ഗർഭമില്ലാത്തവർക്ക് ഗർഭം ഉണ്ടാക്കിത്തരാം എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? കൂട്ടത്തോടുകൂടി തിരുവിതാംകൂർ ഭാഗത്തൊക്കെ വളരെ രൂക്ഷ മതം മാറ്റുന്നു. ഞാൻ കഴിഞ്ഞ 30-ാം തീയതി തിരുവനന്തപുരത്തായിരുന്നു. അപ്പോൾ അവിടെ താമസിച്ചത് നമുക്ക് പ്രിയപ്പെട്ട ഒരാളുടെ വീട്ടിലാണ്. ഞാൻ കഴിഞ്ഞ വർഷം അവിടെ ആ വീട്ടിൽ താമസിച്ചു. ആ സമയത്ത് അവിടെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു ലേഡി ഉണ്ടായിരുന്നു. അപ്പൊ എന്നെ കാണുമ്പോൾ ഇവർ അടുക്കുന്നില്ല. നമ്മളെല്ലാവരും അങ്ങോട്ട് ആ കാര്യം അറ്റാക്ക് ചെയ്യുന്ന ആളാ. അപ്പൊ ഇവർ എൻ്റെ അടുത്ത് അടുക്കുന്നില്ല. അപ്പൊ ഞാൻ ഇവരോട് ലോകിയൊക്കെ പറഞ്ഞു. അപ്പൊ എന്നോട് അതിനുശേഷം അവിടെ അശ്വതി എന്നാണ് അവിടെ പേര്, അശ്വതി ബി നായർ എന്ന് പറയുന്ന ആളാണ്. അവരെന്നോട് പറഞ്ഞു, ഇവര് വലിയൊരു പെന്തക്കോസ്റ്റാണ്, ഹിന്ദുവാണ്, പേര് മാറ്റിയിട്ടില്ല, സ്കൂൾ സർട്ടിഫിക്കറ്റ് ജാതി മാറ്റിയിട്ടില്ല. ഏതോ ഒരു വിഭാഗത്തിന്റെ ജാതിയുടെ ആനുകൂല്യങ്ങൾ മുഴുവൻ ഈ സ്ത്രീ അനുഭവിക്കുന്നുണ്ട്. SC ST വിഭാഗത്തിൽപ്പെട്ടാൽ ആനുകൂല്യങ്ങൾ കിട്ടില്ലേ? ഈ ആനുകൂല്യം മുഴുവൻ പക്ഷേ വീട്ടിൽ മൊത്തം യേശുവാണ്, പുരുഷാണ്. ഞാൻ അവരെ പുറത്താക്കാൻ ഇപ്പൊ എന്നെ മതം മാറ്റാൻ നോക്കുക. ദിവസം 400 രൂപ കൊടുക്കും. 2-3 മണിക്കൂർ വീട്ടിൽ വന്ന് എല്ലാം സഹായിച്ചാൽ അങ്ങനെ കൈയഴിച്ച് കൊടുക്കുന്ന ഒരു സ്ത്രീയാണ്. വലിയ ശമ്പളക്കാരിയാണ്. അവരെ മതമാരാ. അവരാണെങ്കിൽ പക്ക ഹിന്ദുവാ, മാത്രം ഹിന്ദു ധർമ്മശാസ്ത്രം പഠിക്കുന്ന നമ്മുടെ കാര്യകർത്താവും കൂടിയാണ്. ഹിന്ദുവായിട്ട് സർട്ടിഫിക്കറ്റിൽ ജീവിതം എങ്ങനെയാ? ക്രിസ്ത്യാനിയായിട്ട്. അത് ബോധപൂർവമാണ്. അതായത് SC ST വിഭാഗത്തിന് കിട്ടുന്ന ഒരാനുകൂല്യങ്ങളും നഷ്ടപ്പെടാതെ അതെല്ലാം അനുഭവിച്ചിട്ട് നാണമില്ലാത്തവർക്കാണ്. നാണമില്ലാത്തവർക്കും നമ്മൾ പറയുന്നത് അല്പം ഉളുപ്പ് മാനം എന്നൊക്കെ പറയാറില്ലേ? അല്പം ഉളുപ്പുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? മതം മാറിയിട്ട് ക്രിസ്ത്യാനിയാവണ്ട ഔദ്യോഗികമായിട്ട്. അതിന് ഒരുപാട് വഴികളുണ്ടല്ലോ. ഇത് പുലയനായിട്ടും പറയാനായിട്ടും ഒക്കെ സർട്ടിഫിക്കറ്റിൽ ജീവിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ക്രിസ്ത്യാനായിട്ട് ജീവിക്കുക, SC STയുടെ ആനുകൂല്യങ്ങൾ വാങ്ങുക. ഇത് ശരിയല്ല. അപ്പൊ അവരെ പറഞ്ഞു വിട്ടു. വ്യാപകമാണ് എവിടെ? തിരുവിതാംകൂർ ഭാഗത്ത് അരികടല ഗോതമ്പ് പഞ്ചസാര കൊടുത്തിട്ട് മതം മാറ്റുന്ന പരിപാടി. അവിടെയാണ് ഇവിടെ ഹിന്ദുക്കൾ ഭൂരിപക്ഷം പറയുകയാണ് ഞങ്ങളെ മതം മാറ്റില്ലേ എന്ന്. ലോകത്തിൽ എല്ലായിടത്തും ന്യൂനപക്ഷങ്ങളാ പറയാ ഞങ്ങളെ ഭൂരിപക്ഷം എന്ത് ചെയ്യരുത്? മതം മാറ്റരുത്. അതാണ് ഭാരതത്തിന്റെ ഒരു പ്രത്യേകത. കുറച്ച് സ്വാതന്ത്ര്യം കൂടിപ്പോയി ഇല്ലേ ഹിന്ദുക്കൾക്ക്? ഒരുപാട് അങ്ങ് ഓവറായി പോയി. ബാക്കി എല്ലാവർക്കും സ്വാതന്ത്ര്യം കുറഞ്ഞും പോയി. നമ്മുടെ പുതിയ കുട്ടികളൊക്കെ ഇടുന്ന വസ്ത്രം കണ്ടിട്ടില്ലേ? അവിടെ സ്വാതന്ത്ര്യമാണ്, അതിനൊന്നും കൈവെക്കരുത് കേട്ടോ. അപ്പൊ അവരുടെ സ്വാതന്ത്ര്യമാണ്. എന്നാൽ മുസ്ലിം കുട്ടികളോ വല്ലാതെ. കാസർഗോഡ് ഒരു കോളേജിൽ SP നിന്ന് ഫോട്ടോ എടുക്കണം. SP തൊപ്പിയിൽ ഇട്ടിട്ടുണ്ട്, ബാക്കി എല്ലാവരും കറുത്ത പർദ്ദയും മുഖം മറിച്ചിട്ട്. എന്തിനാ ഫോട്ടോ എടുക്കുന്ന? ആരോട് ചോദിക്കുന്നു? നമ്മൾ ഈ ഫോട്ടോ എടുക്കുന്ന എന്തിനാ? ആളെ മനസ്സിലാവാനല്ലേ? ഇതെല്ലാവരും ഒരുപോലെ ഉണ്ട്. 50 കുട്ടികൾ നിന്ന് ഫോട്ടോ എടുക്കുന്നു, മുഖം മറച്ച് കണ്ണിന് നെറ്റിട്ടിരിക്കുന്നു. എനിക്ക് ഒത്തിരി ആലോചിച്ചിട്ട് മനസ്സിലായില്ല ഇവരെന്തിനാ ഫോട്ടോ എടുത്തെന്നുള്ളത്. മനസ്സിലായില്ലേ? ഞങ്ങളുടെ നാട്ടിൽ ഒരാള് കല്യാണത്തിന് കല്യാണ ഫോട്ടോ കൊടുത്തു. അപ്പൊ പെണ്ണിന്റെ ഫോട്ടോന്റെ സ്ഥാനത്ത് ഇത് പൂമ്പാറ്റ വെച്ചു. അത് പെണ്ണിനെ അങ്ങനെ പ്രദർശിപ്പിക്കാൻ പാടില്ല. അപ്പൊ അടിയിലൊരു കമന്റ്, പൂമ്പാറ്റയ്ക്ക് ജീവിതം കൊടുക്കാൻ കാണിച്ച ഈ വലിയ മനസ്സിനെ ഞങ്ങൾ നമസ്കരിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള ലോകം അടുത്ത് കിടക്കുമ്പോഴാണ് ഈ വിശാലമായ ചിന്താ പദ്ധതിയുള്ള നമ്മൾ ഇന്ന് മഹാഭാരതത്തെക്കുറിച്ച് രാമായണത്തെക്കുറിച്ചൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വിഷയത്തിലേക്ക് കടന്നു വന്നാൽ, പാണ്ഡു മാദ്രിയും മാത്രമായി ഇവിടെ ആശ്രമത്തിൽ. മാദ്രി വളരെ സുന്ദരിയാണ്. കുന്തിയേക്കാൾ സുന്ദരിയാണ് ആര്? മാദ്രി. തന്റെ ഭർത്താവിന് ഒരു ശാപം കിട്ടിയിട്ടുണ്ടെന്ന് മാദ്രി കൃത്യമായിട്ട് അറിയാം. മാദ്രി ശ്രദ്ധിക്കണം. സ്ത്രീകളാണ് എപ്പോഴും വീട്ടിൽ ജാഗ്രത കാണിക്കണം എന്ന് പറയും. കാരണം പുരുഷനേക്കാൾ എടുത്തിയാട്ടം കുറവാരായിരിക്കും? സ്ത്രീക്കായിരിക്കും. അതുകൊണ്ടാണ് മാതൃദേവോ ഭവ, അമ്മയാണ് ഒന്നാമത്തെ ദൈവം. അമ്മയാണ് വീട്ടിന്റെ വിളക്ക് എന്ന് പറഞ്ഞാൽ വിളക്കിങ്ങനെ വെക്കുന്നുണ്ടാണോ? ഇതിപ്പോ ആർക്കും വെക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ കഴിഞ്ഞിട്ടാണ് അച്ഛൻ വരുന്നത്. 1000 പുരുഷന് ശരീരം പങ്കുവെക്കുന്ന ഒരു സ്ത്രീക്ക് ഒരു കുഞ്ഞു ജനിച്ചാൽ അച്ഛൻ ആര് എന്നതിൽ കൺഫ്യൂഷൻ ഉണ്ടാവും. പക്ഷെ അമ്മ ആര് എന്നതിൽ കൺഫ്യൂഷൻ ഉണ്ടാവും ഇല്ല. അമ്മ മാത്രമേ ഉള്ളൂ. പിന്നെ ആ സ്ത്രീ ചൂണ്ടിക്കാണിക്കുന്ന ആളാണ് അച്ഛൻ. പിന്നെ DNA ടെസ്റ്റ് ഒക്കെ നടത്തിയില്ലേ? നിങ്ങളെ നാടൊക്കെ ഒരുപാട് DNA ടെസ്റ്റ് ഒക്കെ നടത്തിയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ അല്ലേ കണ്ണൂരിലൊക്കെ? അപ്പൊ ആലോചിച്ച് നോക്കുക നിങ്ങൾ. അപ്പൊ അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. സ്ത്രീയുടെ പക്വതയിലാണ് പുരുഷന്റെ ജീവിതം രൂപപ്പെടുന്നത്. അപ്പൊ പുരുഷന് പക്വത വേണ്ടേ? വേണം. പക്ഷെ സ്ത്രീക്ക് മറ്റ് ചില കാര്യങ്ങളിൽ ക്ഷമാശീലവും പക്വതയുണ്ട്.
പുരുഷൻ ചില മേഖലയിലാണ്. അത് നമ്മുടെ സ്ത്രീ പുരുഷ മനഃശാസ്ത്രത്തെക്കുറിച്ച് അർദ്ധനാരീശ്വര സങ്കല്പം. ഞാൻ 2 ദിവസം മുമ്പ് മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണയിൽ ഒരു അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ വെള്ളത്തിൽ സമയം ഇടാൻ പോകണം. അവിടെ പെരിന്തൽമണ്ണയിലാണ്. കൊട്ടിയൂര് പോലെയുണ്ട്, മൊത്തം വെള്ളത്തിലാണ് ക്ഷേത്രമുണ്ട്. വർഷത്തിൽ ശിവരാത്രി ദിവസം മാത്രം ഇവർ മോട്ടോർ കൊണ്ട് വറ്റിച്ചിട്ടാണ് ശ്രീകോവിലുള്ളിൽ പൂജ നടത്തുക. അതിമനോഹരമായ വ്യത്യസ്തമായ ഒരു അർദ്ധനാരീശ്വര സങ്കല്പം. പകുതി പാർവതിയും പകുതി ശിവനുമായിട്ടുള്ള വിഗ്രഹമാണ് അവിടെ ഉള്ളത്. അപ്പൊ ഇങ്ങനെ ഞാൻ പറഞ്ഞു വന്നത്, പക്വത വിട്ടുപോയി മാതൃയോട്. തന്റെ ഭർത്താവ് എന്നെ പ്രാപിച്ചാൽ എന്റെ ഭർത്താവ് മരിച്ചു പോകുന്നു, ഞാൻ ബാക്കിയാവുമെന്ന് ആർക്കറിയാം? മാതൃ മരിക്കുമോ? എല്ലാവരും മരിക്കും, പാണ്ട് മരിക്കും. പക്ഷേ കാമചിന്ത, അർഹമായ കാമം കിട്ടാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥത, കാമശാസ്ത്രം, കല്യാണത്തിന് മുമ്പ് കാമശാസ്ത്രവും നമ്മുടെ അർത്ഥശാസ്ത്രവും വായിച്ച് പഠിക്കണമെന്നാണ് നമ്മുടെ ആചാര്യന്മാർ പറയുന്നത്. നിങ്ങൾ കല്യാണം കഴിച്ചിട്ട് കുടുംബത്തോടൊപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ 2 ഗ്രന്ഥങ്ങളെ പഠിക്കണം, അർത്ഥശാസ്ത്രവും കാമശാസ്ത്രവും. ഇതിന്റെ കാമത്തെ ഒരിക്കലും ഹിന്ദുക്കൾ നിരാകരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഗോപുരങ്ങളുടെ മുകളിൽ ഒരുപാട് ശില്പങ്ങൾ കാണാം, അല്ലെ? നഗ്ന ശില്പങ്ങൾ കണ്ടിട്ടില്ലേ? മധുരയിൽ ചെന്നാലും ഒക്കെ കാണാം. കാമത്തിന്റെ വെറൈറ്റി പ്രയോഗങ്ങളും രൂപങ്ങളും ഒക്കെ നമുക്ക് അവിടെ കാണാൻ കഴിയും. കാരണം കാമത്തിൽ നിന്നാണ് നിങ്ങൾ ഞാനും ഉണ്ടായത്. കാമത്തിൽ നിന്നാണ് സകല ജീവജാലങ്ങൾ ഉണ്ടാകുന്നത്. ആ കാമത്തെ ഒരിക്കലും ഭാരതം ഒരു പാപമായിട്ട് എന്ത് ചെയ്തിട്ടില്ല, കണ്ടിട്ടില്ല. അതുകൊണ്ട് നമുക്ക് കാമശാസ്ത്രം നൽകിയത് ഒരു ഋഷിയാണ്. ആയുർവേദം നൽകിയ ആളും ആ യോഗാസനം നൽകിയ ആളും യോഗശാസ്ത്രത്തെ നൽകിയ ആളും കാമശാസ്ത്രത്തെ നൽകിയ ആളും അർത്ഥശാസ്ത്രത്തെ നൽകിയതൊക്കെ ആരാണ്? ഋഷി പരമ്പരയാണ്. അതുകൊണ്ടാണ് ഈശ്വര വിശ്വാസിയായ വാൽമീകി ഹിന്ദുക്കൾ വിളിച്ചത് വാൽമീകി മഹർഷി എന്ന. ആയുർവേദം എന്ന ശാസ്ത്രഗ്രന്ഥം എന്ന ചരകനെ ഹിന്ദുക്കൾ വിളിച്ചത് ചരക മഹർഷി എന്ന. കാമശാസ്ത്രം എഴുതിയ വാത്സ്യായനെ വിളിച്ചത് മഹർഷി എന്നാണ്. ഇനി ദൈവമില്ല എന്ന് നമ്മളെ പഠിപ്പിച്ച ഒരാളുണ്ട്, അതാരാ? ചാർവാകൻ. അയാളെ നമ്മൾ മഹർഷി എന്നാ വിളിച്ചത്. എന്തൊരു അത്ഭുതം ആലോചിച്ച് നോക്കൂ. ദൈവം ഉണ്ട് എന്ന് പഠിപ്പിക്കുന്ന അതേ ഗുരുനാഥൻ നിന്ന് ദൈവമില്ല എന്ന് പഠിപ്പിക്കുന്ന നാടായത്. എന്തുകൊണ്ട് ദൈവമില്ല? ചാർവാകന്റെ സംഹിതയുണ്ട്, ഗംഭീര സാധന. ഇപ്പോഴത്തെ നമ്മുടെ നാട്ടിലെ ലോക്കൽ യുക്തിവാദികളുണ്ടല്ലോ, അതൊന്നുമല്ല. അതൊക്കെ താണ അവസ്ഥയാണ്. രാവിലെ എഴുന്നേറ്റാൽ രാത്രി ഉറങ്ങുന്നവരെ ദൈവത്തെ കളിയാക്കി നമ്മുടെ പുരാണങ്ങളിലൊക്കെ കാര്യങ്ങൾ, മതങ്ങളെയൊക്കെ ഇസ്ലാമിനെയൊക്കെ അങ്ങേയറ്റം കളിയാക്കുന്ന ആളുകളുണ്ട്. അതൊന്നുമല്ല, അതൊന്നും യുക്തിവാദമല്ല. യുക്തിവാദത്തിന്റെ ഡെഫിനിഷൻ ഞങ്ങളൊക്കെ കോളേജിൽ പഠിക്കുമ്പോൾ ഈ തേരാളി വരുത്തുമായിരുന്നു. സനൽ ഇടുമറക് കോവൂരെന്ന് കേട്ടിട്ടില്ലേ? യുക്തിവാദികളുടെ നേതാവായിരുന്നു. അപ്പൊ അന്ന് തേരാളി എന്ന് പറഞ്ഞാൽ ഇവരുടെ മാസിക. ഇതൊക്കെ വായിച്ചിട്ട് മതക്കാരുമായിട്ട് വെറുതെ ശണ്ട കൂടുക. അപ്പോൾ എനിക്ക് യുക്തിവാദത്തിന് ഡെഫിനിഷൻ കിട്ടില്ല. എന്താണ് യുക്തിവാദം? യുക്തിവാദിക്ക് ഒരു ജീവിത പദ്ധതിയില്ല. എന്താണ് യുക്തിവാദം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യുക്തിവാദിന്റെ കയ്യിൽ മറുപടി ഒന്നുമില്ല. അവൻ മനസ്സിലാക്കി യുക്തിവാദം രാവിലെ മുതൽ വൈകുന്നേരം വരെ ദൈവത്തെ കളിയാക്കി നടക്കാൻ, അവഹേളിക്കാൻ, നിന്ദിക്കുക. പ്രൊഫസർ സി രവിചന്ദ്രൻ സാറൊക്കെ കുറച്ചുകൂടി നിലവാരമുള്ളതാണ്. പക്ഷെ പലപ്പോഴും നമ്മുടെ പുരാണങ്ങൾ എന്താണെന്നും ഇതിഹാസങ്ങൾ എന്താ മൂപ്പർ തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. എന്തുകൊണ്ടാണ് ഇതിഹാസങ്ങൾ അതിശയോക്തികൾ എന്ന് അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല. ഞാൻ നേരത്തെ ഇന്നലെ പറഞ്ഞു, നമ്മൾ ആമയും മുയലും പന്തയം വെച്ചു എന്ന് പറഞ്ഞൊരു കഥ കണ്ടിട്ട് എവിടെയാണ് ആമ പന്തയം വെച്ചത്, ഏത് നാട്ടിലാണ്, തെളിവ് എന്നൊക്കെ പറഞ്ഞു എന്തെങ്കിലും അർത്ഥമുണ്ട് അതിന്? അങ്ങനെ ഒരു കഥ എന്ന് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. അതൊരു തത്വത്തെ ഓർമ്മപ്പെടുത്താണ്. അപ്പൊ വേദവ്യാസ മഹർഷി മഹാഭാരതം 1,25,000 ശ്ലോകങ്ങളിൽ വിരചിച്ചപ്പോ അതിൽ ഒരുപാട് അതിശയോക്തികളെ കടത്തിവിട്ടിട്ടുണ്ട്. ഓം വാർത്തായ പ്രതിബോധിതാം ഭഗവത നാരായണന് സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാം. ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞത് ഒരു 1.5 മണിക്കൂറാണ്. പക്ഷെ അത് 700 ശ്ലോകങ്ങളിൽ ക്രമപ്പെടുത്തി 18 അധ്യായങ്ങളിൽ വിസ്തരിച്ച് അങ്ങോട്ട് എഴുതിയാര്? വ്യാസൻ എഴുതി. പുരാണമുനിയായ വ്യാസനാൽ എഴുതപ്പെട്ടു. മധ്യേ മഹാഭാരതം മധ്യത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടു. അദ്വൈതാമൃത വർഷിണി ഭഗവതി 18 അധ്യായിനി ഗീതാധ്യാനം പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അവിടെ ആ തത്വത്തെ മനസ്സിലാക്കണം. അർജുനുണ്ടായ ആശയക്കുഴപ്പത്തെ 1.5 മണിക്കൂർ കൊണ്ട് സംസാരിച്ചിട്ട് ആര് മാറ്റിയിട്ടുണ്ട്? കൃഷ്ണൻ മാറ്റിയിട്ടുണ്ട്. പക്ഷെ ഇത് സമസ്ത ലോക ഹിതാർത്ഥം, എല്ലാ കാലത്തേക്കും വേണ്ടി ഗ്രന്ഥരൂപത്തിൽ എഴുതി. അല്ലാതെ ഞാൻ നിങ്ങൾ മാത്രം സംസാരിച്ചത് ഇദ്ദേഹം ഒരു പുസ്തകമാക്കിയത് കൊണ്ടല്ലേ മറ്റൊരാൾക്ക് കിട്ടുള്ളൂ, അല്ലേ? നമ്മൾ രണ്ടുപേരും സംസാരിച്ച ആരും അറിയില്ല. പക്ഷേ അർജുനന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് ഭഗവാൻ പറഞ്ഞിരിക്കുന്നതിനെ കൃത്യമായിട്ട് അർജുന വിഷാദ യോഗം മുതൽ മോക്ഷ സന്യാസ യോഗം വരെ 18 അധ്യായങ്ങളിൽ 700 ശ്ലോകങ്ങളിലായിട്ട് ആര് ക്രമപ്പെടുത്തി? ഭഗവാൻ വ്യാസൻ ക്രമപ്പെടുത്തി. അപ്പോൾ ഈ നമ്മുടെ പുരാണങ്ങളിലെ ഇതിഹാസങ്ങൾ അതിശയോക്തികളെ ഇവർ പലപ്പോഴും മനസ്സിലാക്കുന്നില്ല. അങ്ങനെ കാമാർത്തി മൂത്ത മാദ്രി, നനഞ്ഞൊട്ടിയ വസ്ത്രവുമായിട്ട് അതിസുന്ദരിയായ സ്ത്രീ ഭർത്താവിന്റെ മുന്നിൽ പോയി നിന്നു. ആ ഒരു മാത്രയിൽ തനിക്കേറ്റ ശാപത്തിന്റെ കഥകൾ മുഴുവൻ ആരോട് മറന്നുപോയി?
പാണ്ഡവരോട് മറന്നുപോയി. അതുകൊണ്ടാണ് കാമവും പ്രേമവും വർദ്ധിക്കുമ്പോൾ വാക്ക് കൊടുക്കരുത്. ദശരഥന് പറ്റിയതായിരുന്നു. കൈകേയിയോട് അങ്ങേയറ്റം സ്നേഹം വർദ്ധിച്ചു, യുദ്ധഭൂമിയിലുള്ള സഹായത്തിന് പ്രത്യുപകാരമായിട്ട്. കൈകേയി പെൻഡിങ് വെച്ചോളം പറഞ്ഞു അവരെ. ക്രോധമേറെ വർദ്ധിക്കുമ്പോൾ തീരുമാനമെടുക്കരുത്. ക്രോധം വർദ്ധിക്കുമ്പോൾ എന്ത് ചെയ്യരുത്? തീരുമാനമെടുക്കരുത്. സ്നേഹവും പ്രേമവും വർദ്ധിക്കുമ്പോൾ വാക്കും കൊടുക്കരുത്. നമ്മൾ എപ്പോഴും പാലിക്കേണ്ട തത്വമാണ്. ക്രോധം വർദ്ധിച്ചു. ദുർവാസാവിന് ഒരൊറ്റ ശാപമായിരുന്നു എന്ത്? ദേവന്മാർക്ക് ജരാതര ബാധിച്ചു പോട്ടെ. അതുകൊണ്ട് കാളകൂട വിഷം വരെ ഭഗവാൻ കഴിക്കേണ്ടി വന്നു. ആ ഒരു സംഭവത്തിന്റെ പേരിലാണല്ലോ പാലാഴി കടയുന്നത്. കാളകൂട വിഷം വരെ ഭഗവാൻ കഴിച്ച് ജീവൻ അവസാനിപ്പിക്കുവാൻ വേണ്ടി ഭഗവാൻ തയ്യാറായി. സമസ്ത ലോക ഹിതാർത്ഥം ശിവൻ ജീവൻ ത്യജിക്കാൻ തയ്യാറായത്. കാളകൂട വിഷം താഴേക്ക് വീണാൽ എല്ലാ ലോകവും വെന്ത് വെണ്ണീറായിപ്പോ. ഭഗവാൻ ഈ രത്നവും പവിഴവും വൈഡൂരൊക്കെ പൊങ്ങി വന്നപ്പോൾ എടുക്കാൻ ദേവന്മാർ മത്സരിച്ചു. പക്ഷെ പ്രശ്നം പൊങ്ങി വന്നപ്പോൾ ആർക്കും വേണ്ട. കാളകൂട വിഷത്തിന്റെ രൂപത്തിൽ വാസുകിയുടെ വായിൽ നിന്ന് ലോകത്തെ കത്തിച്ച് ചാമ്പലാക്കുവാൻ കഴിയുന്ന ഈ വിഷം പുറത്തേക്ക് വമിക്കുന്നത് കണ്ടപ്പോൾ എല്ലാവരും ഓടിക്കളഞ്ഞു. ദേവേന്ദ്രൻ ഓടി, പിന്നാലെ വായു ഭഗവാൻ ഓടി, സകല ദേവന്മാർ ഓടിക്കളഞ്ഞു. അപ്പോഴാണ് ഭഗവാൻ ശിവശങ്കരൻ മുന്നോട്ട് വന്ന് രണ്ട് കൈയും കാണിച്ചൊരൊറ്റ കുടിയാണ്. ഞാൻ ചത്താലും കുഴപ്പമില്ല, ലോകത്തിനൊന്നും സംഭവിക്കരുത്. അന്ന് രാത്രി ഭഗവാന്റെ ജീവൻ തിരിച്ചു കിട്ടാൻ വേണ്ടി നമ്മളെല്ലാം തപസ്സിരുന്ന ദിവസത്തിന്റെ പേരെന്ത്? ഫെബ്രുവരി 5 വരുന്നത് ശിവരാത്രി വ്രതം.